ഇന്ന് ലൂക്കയുടെ 4th ബർത്ത്ഡേ ആണ്. മിയയൊക്കെ ഈ ആഴ്ച പ്രവിത്താനത്തുള്ളതുകൊണ്ട് നമുക്ക് പ്രവിത്താനത്ത് വെച്ച് കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. മമ്മിക്കും മിയയ്ക്കും സാറയ്ക്കും അത്യാവശ്യം നല്ല പനിയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കേക്ക് കട്ട് ചെയ്യണമെന്ന് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഒരു കേക്ക് കട്ടിങ് ചെയ്യാണ്ട് പിള്ളേർക്ക് എങ്ങനെ ഒരു ഹാപ്പിനെസ് വരിക അല്ലേ. അങ്ങനെ പിന്നെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമേ തന്നെ ഞങ്ങൾ ലൂക്കയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പാലായിലുള്ള ലിറ്റിൽ വൺ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവന് കാസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് കാറിൻ്റെ കുറച്ച് എന്തെങ്കിലും ഒരു ഐറ്റം മേടിക്കാം എന്നാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ ഇതാ ഈ ഒരു RC കാർ ഞങ്ങൾ സെലക്ട് ചെയ്തു. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും ഇവർ 4 പേരും കൂടെ ഒന്നിച്ചാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അതിപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേ ആണെങ്കിൽ പോലും ഇവരാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. സാറയുടെയും ലൂക്കയുടെയും ബർത്ത്ഡേ മെയ് മന്തിലായതുകൊണ്ട് തന്നെ സ്കൂളിലത്തെ ആ ഒരു സെലിബ്രേഷനൊക്കെ അവരങ്ങ് മിസ് ചെയ്യും. കാരണം സ്കൂൾ ക്ലോസ് ചെയ്യുന്ന സമയത്താണല്ലോ അവരുടെ ബർത്ത്ഡേ വരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് കേക്ക് കട്ട് ചെയ്ത് അവന് ബർത്ത്ഡേ വിഷസൊക്കെ അറിയിച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പോന്നു. ശരിക്കും എത്ര പെട്ടെന്ന് വർഷങ്ങളൊക്കെ പോകുന്നത്. ലൂക്ക ഉണ്ടായിട്ട് ഇപ്പം 4 വർഷമായിരിക്കുകയാണ്. ശരിക്കും എനിക്കൊരു 2-3 മാസം മുമ്പ് ഉണ്ടായ പോലെയാണ് തോന്നുന്നത്. എനിക്ക് 9 മാസം മൊത്തം വയറ്റ് കിടക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് 6 മാസം കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്നതാണ് ലൂക്ക. ലൂക്കയ്ക്ക് ഇന്ന് 4 ഇയേഴ്സ് കംപ്ലീറ്റ് ആവുകയാണ്. അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഹാപ്പിനെസ് വരട്ടെ, ബ്ലെസ്ഡ് ചൈൽഡ് ആയിരിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിലും ഓർക്കുക. ഹാപ്പി ബർത്ത്ഡേ ലൂക്ക.